അപ്പോൾ നമുക്ക് ബീഫ് വളർത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടത് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഉള്ളി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ബീഫ് മൊത്തം കുക്കറിലോട്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇനി മുളക് പൊടി, കാശ്മീരി പൊടിയാണ് 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള. ഇനി നമുക്കിതൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വേവിക്കാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ബീഫ് മസാല പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് അടിയിൽ. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. ഒരു പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടാകട്ടെ കേട്ടോ. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി. ഇനി നമുക്കിതിനകത്തോട്ട് എടുത്ത് വെക്കാം ഉള്ളിയും, വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും ഇട്ട് വഴറ്റി വെക്കാം. ഇനി നമുക്കിത് വഴന്ന് വന്നിട്ടുണ്ട്. ശകലം ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് തീ കുറച്ചുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി അത് ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരിയാണ്, എരിവില്ല. പിന്നെ കുറച്ച് ഗരം മസാല, ഇനി കുറച്ച് ഇതിപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ വേവിച്ച് വെച്ച ബീഫ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ശരിക്ക് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോണം. അപ്പം നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.